വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ മകനുമായ ശ്രീ ചാണ്ടൂൾ ഉമ്മൻ അവർകളെ ഈ ധർണാ സമരത്തിലേക്ക് അഭിസംബോധന ചെയ്യുവാൻ സഹർഷം സ്വാഗതം ചെയ്തു പോകുന്നു. ഏറ്റവും പ്രിയപ്പെട്ട പ്രസിഡന്റ്, പ്രിയപ്പെട്ട KSFE തൊഴിലാളി സഹപ്രവർത്തകർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, ഇവിടെ നമ്മളെ സംബന്ധിച്ച് കേരളത്തിന്റെ ഇരുണ്ട കാലഘട്ടം എന്ന് വിശേഷിക്കുക. എല്ലാ ഇടതുപക്ഷം ഭരണത്തെ അങ്ങനെ വിശേഷിപ്പിക്കാമെങ്കിലും ഇതിന് പ്രത്യേകമായ ഒരു വിശേഷണം കൊടുക്കാവുന്ന ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ 9 വർഷക്കാലം എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. എല്ലാ വിഭാഗം ജനങ്ങളെയും വഞ്ചിച്ച ഒരു സർക്കാർ, വിലക്കയറ്റം കൂടുമ്പോൾ അതിനെതിരെ ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു സർക്കാർ. ഇത് ഞങ്ങള് അടിയന്തര പ്രമേയം ശ്രീ PC വിശ്വനാഥ് അവതരിപ്പിച്ചത് അത് ഇവിടുത്തെ തൊഴിലാളികൾ നടത്തുന്ന, സർക്കാർ ജീവനക്കാർ നടത്തുന്ന സമരത്തിനോട് അനുബന്ധിച്ചാണ് ഇന്ന് അടിയന്തര പ്രമേയം കൊണ്ടുവന്നത്. ശമ്പളം കൊടുക്കുന്നില്ല, ക്ഷാമബത്ത കൊടുക്കുന്നില്ല, ഒന്നും കൊടുക്കാത്തൊരു സർക്കാർ. എന്നിട്ട് എന്ത് പറഞ്ഞാലും ന്യായീകരണം 10, 15, 20 വർഷം മുമ്പുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ത്രിപുരയിലെ കാര്യം പറയും, അല്ലെങ്കിൽ ഉഗാണ്ടയിലെ കാര്യം പറയും. ഉഗാണ്ടയിലെ കാര്യം പറഞ്ഞതായിരിക്കും ധനകാര്യമാണ്. വല്ല രാജ്യത്തെ കാര്യം. ഇതെങ്ങനെയാണ് ഇവരുടെ തന്ത്രം? ഏതെങ്കിലും രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവിടുത്തെ വിഷയങ്ങൾ മാറ്റിവെക്കുക സ്ഥിരം ഒരു തന്ത്രമാണ്. ഇത് നിങ്ങളെ വളരെ ഉചിതമായ ഒരു സമരവുമായിട്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഒരു വിഷം പക്ഷേ ഞാൻ പറഞ്ഞോട്ടെ, ഈ സമരം കൊണ്ടൊരു ഗുണമുണ്ടാകാൻ പോകുന്നു. കാരണം കേമ്പിന്റെ പുറത്ത് വെള്ളം ഒഴിച്ചിട്ട് കാര്യം കേട്ടോ. ഈ സർക്കാരിനോട് സമരം ചെയ്താൽ ഒരു ഗുണമില്ല. ഇനി ഗുണം വരും. എന്താണെന്നറിയാവോ? 2026-ൽ കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി അവിടെ ആ നോർത്ത് ബ്ലോക്ക് ഭരിക്കുമ്പോൾ നിങ്ങൾക്ക് മാറ്റം വരും, നിങ്ങൾക്ക് വ്യത്യാസം വരും. അതിനുവേണ്ടിയുള്ള പോരാട്ടം നിങ്ങളെ തുടരുക. കാരണം ഈ ഗവൺമെന്റ് ഇവിടുത്തെ സാധാരണക്കാരന്റെ വികാരം ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഗവൺമെന്റ് അല്ല. ഇവിടുത്തെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഗവൺമെന്റ് അല്ല. ഇവിടുത്തെ സ്ഥാപനങ്ങളിൽ മാറ്റം കൊണ്ടുവരുന്ന ആഗ്രഹിക്കുന്ന ഗവൺമെന്റ് അല്ല. ഇപ്പം ഒരു ഉത്തരവ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, 131/2022. അതുകൊണ്ട് നിങ്ങളുടെ ശമ്പളം കുറയുമല്ലേ? ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സർക്കാർ പ്രവൃത്തി കാണുന്നത്. ഒരു ഉത്തരവ് കൊണ്ട് ശമ്പളം കുറയ്ക്കുക, വല്ലാത്ത തൊലിക്കെട്ട് തന്നെയാണ്, വല്ലാത്ത തൊലിക്കെട്ടി. എല്ലാം കുറയ്ക്കുക, നമ്മളാണല്ലോ ബേസ്. അങ്ങനെ പക്ഷേ എന്തോ കാവലാളെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരു പാട്ടോ പോയമോ കണ്ടു കേട്ടു ഇല്ലേ? എന്തിന്റെ തൊഴിലാളിക്ക് കാവലാൽ? നിങ്ങളുടെ ശമ്പളം കുറച്ചിട്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി തൊഴിലാളിക്ക് കാവലാളായിട്ടിരിക്കുന്നത്. തൊഴിലാളികളുടെ പേരിൽ അധികാരത്തിൽ കയറിയവർ, ഇവിടുത്തെ ജീവനക്കാരുടെ പേരിൽ അധികാരത്തിൽ കയറിയവർ എന്താ ജീവനക്കാരോട് കാണിക്കുന്നേ? ഇവിടുത്തെ തൊഴിലാളികളോട് കാണിക്കുന്നേ? ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് KSRTC-യിൽ 45,000 തൊഴിലാളികളുണ്ടായിരുന്നു. ഇന്ന് 22,000 ഉള്ളൂ. ഒറ്റയടിക്ക് 23,000 തൊഴിലാളികളാ KSRTC-യിൽ കഴിഞ്ഞ 8 വർഷം കൊണ്ട് കുറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഈ സർക്കാരിന്റെ തൊഴിലാളി പ്രമേയം. ഇതാണ് ഈ ഗവൺമെന്റിന്റെ യഥാർത്ഥ മുഖം. നമ്മൾ തിരിച്ചറിയണം. ഞാൻ പറഞ്ഞത്, ഈ സർക്കാർ പക്ഷെ നിങ്ങളുടെ വാക്കുകൾക്ക് ചെവി തരത്തില്ല. അവർക്ക് അവരുടെ അജണ്ടയുണ്ട്. ആ അജണ്ടയുമായി മുന്നോട്ട് പോകും. എന്താണ് അവരുടെ അജണ്ട? 250 കോടി കൊടുത്ത് മെസ്സിയെ കൊണ്ടുവരുന്ന അജണ്ട. ഇന്ന് രാവിലെ ഞാൻ പത്രത്തിൽ കണ്ടു, ഇവിടുത്തെ സ്പോർട്സ് താരങ്ങൾക്ക് കൊടുക്കാൻ കാശില്ല, പക്ഷെ 250 കോടി കൊടുത്താണ് അർജന്റീന ടീമിനെ കൊണ്ടുവരുന്നതാണ് കേട്ടത്. ഇനി വെറുതെ പറയുന്നതാണോ എന്നറിയില്ല. എന്തായാലും 250 കോടി എന്ന് പറഞ്ഞ 250 രൂപ എടുക്കുന്ന പോലെ ആ വാർത്ത അല്ലേ? അപ്പൊ നിങ്ങൾക്ക് തരാൻ കാശില്ല, നിങ്ങളുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കുന്നു, നിങ്ങളുടെ ബെനിഫിറ്റ്സ് കുറയ്ക്കുന്നു. ഇവിടുത്തെ തൊഴിലാളികൾക്ക് കൊടുക്കാൻ ശമ്പളമില്ല, ക്ഷാമത്തില്ല. പക്ഷെ മെസ്സിയെ കൊണ്ടുവരുവാൻ കാശുണ്ടെന്നോ? 250 കോടി ഉണ്ടെന്നാ പറയുന്നേ. ഈ മെസ്സി ഇവിടെ താമസിക്കാൻ പോവാണോ? ജീവിതകാലം മൊത്തം 250 കോടി കൊടുത്ത് ഇവിടെ താമസിപ്പിക്കാനാണോ ഉദ്ദേശിച്ചിരിക്കുന്നത്? എനിക്കറിയാൻ മേലായിട്ട് ചോദിക്കുക. അപ്പൊ 250 കോടിയൊക്കെ കൊടുക്കേണ്ട കാര്യമുണ്ടോ? അതിനും ഭേദം 250 കോടി കേരളത്തിൽ കൊടുത്ത് ഇവിടുന്ന് ഒരു മെസ്സി ഉണ്ടാക്കാനാണ് ഈ സർക്കാർ ശ്രമിക്കേണ്ടത്. അല്ലാതെ ആവശ്യമില്ലാത്ത
രൂപ ചെലവാക്കി ഇവിടെ വന്ന് ഇല്ലാത്ത എന്താ പറയാ കാശ് കൊടുത്ത് ഇവിടുത്തെ പാവപ്പെട്ടവന്റെയും ഇവിടുത്തെ കച്ചവടക്കാരന്റെയും ഇവിടുത്തെ തൊഴിലാളികളുടെയും കാശ് എടുത്തിട്ട് കൊടുക്കുകയല്ല വേണ്ടത്. ഇങ്ങനെ ഉത്തരവാദിത്ത ബോധമില്ലാത്ത ഒരു സർക്കാർ, ദിശാബോധമില്ലാത്ത ഒരു സർക്കാർ, ആ സർക്കാരിനെതിരെയുള്ള പോരാട്ടത്തിൽ നിങ്ങളോടൊപ്പം KSFE-യുടെ ജീവനക്കാരോടൊപ്പം മാത്രമല്ല ഇന്ന് ഐക്യദാർഢ്യം ഇവിടുത്തെ എംപ്ലോയീസിനോടൊപ്പം സെക്ടറോടൊപ്പം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ഭാരത്. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.